നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനിയെ MESന്റെ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റ് ഡോക്ടർ പ്രൊഫസർ PK അബ്ദുൽ ഗഫൂർ അവരുടെ ചരമവാർഷിക ദിനമായിരുന്നു ഇന്നലെ. ആ മഹാത്മാവിൻ്റെ ഖബറിലേക്ക് അള്ളാഹു അങ്ങയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ സിനിമ അത് വലിയ മാധ്യമമാണ് ഇന്ന് ലോകത്ത്. ഏറ്റവും കൂടുതൽ ജനങ്ങളെ പ്രത്യേക യുവക്കളെ ആകർഷിക്കുന്ന മാധ്യമമാണ് സിനിമ. ഒരു സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ മൊയ്തീൻ ഷാ റിനി ടോമിനോട് അദ്ദേഹം ആ ശരീരം മാത്രമുള്ള ആൾ വെറും പാവം. ഒരിക്കൽ ആസാർ വേൾഡ് റിന്യൂവൽ സെൻറ്ററിൽ വെച്ച് അബിയുടെ ചരമ ആഘോഷ ദിനത്തിൽ ചരമ ഓർമ്മ ദിനത്തിൽ ഏതൊരു രാഷ്ട്രീയക്കാരൻ വന്നാൽ അല്പം ചിരിച്ച് സംസാരിക്കുമ്പോൾ ശരിയാണ്. അതേക്കുറിച്ചും അദ്ദേഹം വന്ന് വിലയിരുത്തി. ഒരു കഥകാരി വന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, അതൊക്കെ തമാശകളൊക്കെ. പക്ഷേ പ്രേം നസീറിൻ്റെ കാര്യം പറഞ്ഞതിലും അങ്ങക്ക് ഒരു വീഴ്ച പറ്റി. ഇപ്പോൾ അൻസിബ ഹസൻ, ആ യുവ നടി, ഇത്രയും വൈകാരികമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയണമെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാതിരിക്കില്ലേ? അതുകൊണ്ട് റിനി ടോമി അങ്ങയുടെ മകനെ ദൂരെ അഞ്ചാവ് കേസിലൊക്കെ വന്നിങ്ങനെ നിൽക്കുകയാണല്ലോ. നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഇറങ്ങുന്നത്. എനിക്ക് അങ്ങനെയൊക്കെ സഹതാവും സങ്കടം തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഒതുങ്ങി നാം ഒരാൾ പുകഴ്ത്തി പറയുന്നത് ഒന്നും ആലോചിക്കണ്ട. പക്ഷെ ഒരാൾ ഇകഴ്ത്തി പറയുമ്പോൾ നമ്മൾ 1000 വട്ടം ആലോചിക്കണം. അപ്പോൾ ഇകഴ്ത്തി മേലാൽ ആരെ പറയണ്ട. ഞങ്ങളൊക്കെ ജീവിക്കാൻ വേണ്ടി വന്നാണ്. നിങ്ങളുടെ അഭിനയം കല വിറ്റ് ജീവിക്കുന്നതാണ്. അതൊന്നും തെറ്റില്ല. അങ്ങനെ ഞാൻ കുറ്റപ്പെടുത്തല്ല. ഒന്ന് ശ്രദ്ധിക്കുന്നല്ലാണെന്ന് പറയാണ്. മറ്റൊന്ന്, നമ്മുടെ അറുത്ത് കൊടുക്കുന്ന പരിപാടിയുണ്ട്, ഈ ഒബഹിയത്ത്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ 2000 കോടി രൂപയുടെ ഇത് നടക്കുന്നത്. ചെറിയ പെരുന്നാളാണെങ്കിലും 12,000 രൂപയുടെ അരി വിതരണം ചെയ്യുന്നത് 2000 കോടി രൂപയുടെ. ശരി തന്നെ. അതിലേക്ക് ഒരു പകുതി സംഘടിപ്പിച്ചിട്ട് ഇന്ത്യയിൽ മുസ്ലിം ബെൽറ്റിലെങ്കിലും ആശുപത്രിക്ക് ഇല്ലാത്തതുണ്ടെങ്കിൽ അവിടെ തുടങ്ങുന്നൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. ഒന്നുകൂടി പറയണം. പക്ഷെ അവിടെ ഈ അടുത്ത കാലത്ത് പ്രത്യേക UP അറുത്ത് കൊടുക്കുന്ന മൃഗങ്ങളുടെ ലിസ്റ്റിൽ ആട് ഒഴിച്ച് ബാക്കിയെല്ലാം മാറ്റിവർ. അതിന് പല കാര്യങ്ങളുണ്ട്. അത് നല്ലൊരു അഭിപ്രായമാണ്. അതിന് BJP വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തോട് വ്യക്തിവൈരാഗ്യം കൊണ്ട് ചെയ്യുന്നതാണ്. അല്ലാതെ സാമൂഹ്യ വൈരാഗ്യമല്ല, വ്യക്തിവൈരാഗ്യം കൊണ്ടുണ്ട്. അത് ഈ അബൂജാഹിലിൻ്റെ ഗ്രൂപ്പാണ് പറയുന്നത്. അബൂജാഹിലാണ് പ്രവാചകന് ഏറ്റവും എതിരായത്. അതൊരു ഗോത്രവർഗ്ഗമാണ്, അല്ലാതെ തെറ്റൊന്നുമില്ല കേട്ടോ. അതിൻ്റെയൊക്കെ താവഴിയാണ് ഇവിടുത്തെ ഈ സംഘപരി പറയുന്നത്. അപ്പോൾ അവർക്ക് ആ സമുദായത്തോട് വെറുപ്പുണ്ട്, ദൈവത്തോടൊക്കെ. ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ വിചാരിച്ചതാണ് ഇനി ആടിനെ മാത്രം മതി. അതിന് ബീഹാറിൽ മകൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ഉലമ കൗൺസിലിൻ്റെ പ്രധാനി പറഞ്ഞിട്ടുണ്ട്. അത് നല്ല കാര്യം. ഞങ്ങൾക്ക് ഇത്രയും വർഷം വെച്ച് കേരളത്തിൽ പറയുന്നത്, നിങ്ങൾ 50,000 5 ലക്ഷമൊക്കെ ബോത്തിൽ കൂടെ നടത്തുക. അവിടെ കാക്കയും വെറ്റിയും ബഹളവും ഒക്കെയാണ് ആൾക്കാർ ആക്രമിക്കുന്നു, കൊല്ലുന്നൊക്കെ ഉണ്ട്. അത് മാറ്റി ആടിനെ ആക്ക്. അത് ഇപ്പോൾ പോത്തിറച്ചിയൊക്കെ കിട്ടാത്ത വീട് ഇപ്പോൾ കേരളത്തിലെങ്കിലും വളരെ ചുരുവാണ്. ആഴ്ചയിലെങ്കിൽ വാങ്ങിക്കാത്ത കുഴപ്പമാണ്. പക്ഷേ ഇപ്പോഴും ആടിൻ്റെ ഇറച്ചി റോയിൽ തന്നെയാണ്. അത് കിട്ടാൻ പ്രയാസമുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കണം. അതിന് മാതൃകയായിട്ട് ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലത്ത് തുടങ്ങി. ഇപ്പോൾ ഹൈക്കോടതി ജംഗ്ഷൻ തുടങ്ങിയ പള്ളിയിൽ, പുതിയ മുസ്ലിം പള്ളിയിൽ ഒരാടാണ്. ഒരാടിന് 14,000 രൂപയ്ക്ക് അവർ വില്ലേജ് ഹൗസ് അറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം, കേരളത്തിലും അത് അനുകരിക്കാവുന്നതാണ്. ഇവരുടെ ഒന്നും പുറകെ പോകേണ്ട ആവശ്യമില്ല. പെരുന്നാൾ അവധി ഇന്നിപ്പോൾ ഈ ഗവൺമെൻറ് 27 അവധിയായിട്ട് നേരത്തെ പ്രഖ്യാപിച്ചു. ഇന്ന് 28 അവധിയായിട്ട് വെച്ചു. അതൊക്കെ നല്ല കാര്യം തന്നെ. എന്തിനാണ് മുസ്ലിം സഹോദരങ്ങൾ നിങ്ങൾ ഈ അവധി ചോദിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് വിലക്കുള്ളൂ. ബാക്കി ബിസിനസ്സുകാർക്ക് എപ്പോഴും പോവുകയും ചെയ്യാമല്ലോ. അപ്പോൾ അവർ ഏതാണ്ട് 5 ലക്ഷമാണ് ഏതാണ്ട് കേരളത്തിൽ സർക്കാർ. അതിൽ 10% കൂട്ടി 50,000 അല്ലെങ്കിൽ 60,000. 12% ഇല്ല. ഒരു 50,000 പേരുള്ളൂ. ആകെ 10 ഉള്ളൂ. നിങ്ങൾക്ക് 22 ദിവസം അവധി, ശമ്പളത്തോട് അവധിയുണ്ട് കേരളത്തിൽ. അധ്യാപകർക്കാണെങ്കിൽ 15 ദിവസം, മറ്റവർക്ക് 22 ദിവസം പറ്റുമാണ് എൻ്റെ അറിവ്. കാരണം അവർക്ക് 2 മാസം അവധി ഉണ്ടല്ലോ.
അതിൽ 2 ദിവസം ലീവ് എടുത്താൽ പോരെ? ശമ്പളത്തോട് ലീവല്ലേ, നിങ്ങൾ ശമ്പളം പോകില്ലല്ലോ. എന്തിനാ ഇവരൊക്കെ ആശ്രയിച്ച് വെക്കണം? ആ ഭാഷ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിലെ മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ UP മുസ്ലിങ്ങൾ പറയണം, അവർക്ക് എന്താണ് 2 ദിവസം അവധി 1 ദിവസം പിടിച്ചു വയ്ക്കും. ഈ പോണാൽ പോട്ടും പോടാ അവരോടൊക്കെ പറയണം, ഞങ്ങൾക്ക് വേണ്ടോ നിങ്ങളുടെ അവധി, പെരുന്നാൾ നിങ്ങളുടെ അവധി വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ മുഖത്ത് അടിച്ചു വിലയിക്കില്ലേ? അങ്ങനെയൊക്കെ തോൽപ്പിക്കാവുള്ളൂ, അല്ലെങ്കിൽ ആക്രമിക്കല്ല വേണ്ടത്. ബുദ്ധി ഉപയോഗിക്കണം. ബുദ്ധി ഉപയോഗിച്ച് പ്രശ്നം പരിഹരിക്കണം. ഇപ്പോൾ തൂറിക്കെടുത്ത് മെഴുകണം അവിടെ. കാരണം മൃഗങ്ങളെ ആടെ വെച്ച് വായിക്കൊന്ന് അറക്കണ്ട എന്ന് തീരുമാനിച്ച പേരിൽ പശുവിനെ കൊണ്ടുകഴിഞ്ഞാൽ മുസ്ലിം യുവാക്കൾ ഇറങ്ങിയിട്ട് അറക്കണ എതിർ നിൽക്കണം. ഇപ്പോൾ BJP ഇതിൻ്റെ ഒരു മാനുഷിക മനഃശാസ്ത്ര ഫിലോസഫിക്കൽ വശമുണ്ട്, എക്കണോമിക് ആൻഡ് സോഷ്യൽ. കേട്ടോ, എന്താ അറിയോ? മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള വസ്തുവാണ് പ്രോട്ടീൻ. അതൊക്കെ മെയിൻ കിട്ടുന്നത് ഈ ചത്തവും ചാവത്തുമായ പശുവിൻ്റെയും പോത്തിൻ്റെയും കാളയുടെയൊക്കെയാണ്. ചത്തര പോലും തിന്നുമ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ പശുവിനെയൊക്കെ ആൾക്കാർ തിന്നുന്നത് ദാരിദ്ര്യം കൊണ്ട് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ചത്തതും ചാവത്തൊക്കെ ഒരുപോലെ, മുസ്ലിങ്ങൾക്ക് മാത്രമേ അറുത്ത് കഴിക്കുന്നുള്ളൂ. അങ്ങനെയാണ് അവർ പ്രോട്ടീൻ്റെ അപര്യാപ്തത കുറക്കുന്നു, വിശപ്പ് കുറയ്ക്കുന്നു. അതും കൂടി അങ്ങോട്ട് നിരോധിച്ചാൽ ഈ ബുദ്ധിശൂന്യരായ സംഘപരിവാർ നേതാക്കളെ, ഇപ്പോൾ 100 രൂപ വിൽക്കുന്ന തക്കാളിക്ക് 1000 രൂപ വരില്ലേ? കാരണം ഇവർക്ക് എന്തെങ്കിലും കഴിക്കാതിരിക്കാൻ പറ്റുമോ? തക്കാളി ഉദാഹരണം പറഞ്ഞതാണ്. ഈ തക്കാളി എന്ന് പറയുന്നത് നമ്മൾ കമ്പനിയിൽ ടെലിവിഷൻ ഉണ്ടാക്കി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊണ്ട് വിൽക്കാൻ പറ്റില്ല. അത് മണ്ണിൽ കുഴിച്ചിട്ട് മുളച്ചു വരെ ഏതാനും മണിക്കൂർ ദിവസങ്ങൾ ആഴ്ചകൾ വേണം. ഒരു ദിവസവും നമുക്കൊരു 100% തക്കാളി കൂടുതലാക്കി നടക്കില്ല. അപ്പോൾ 100 രൂപ വില കിട്ടി അത് 1000 രൂപയില്ലേ? 80% ഹിന്ദുക്കൾ നമ്മൾ രാജ്യത്ത് ഏറ്റവും തട്ടുമെന്ന് ആർക്കണോ? ബുദ്ധിയുടെ അംശത്തോട് ചിന്തിക്കുക. ഒരാൾക്ക് കക്കൂസ് പോയി കഴുകാതിരുന്നാൽ ആർക്കാണ് ക്ഷീണം? ആൾക്കല്ലേ, അല്ല സമൂഹത്തിനാണോ? അതുപോലെ നിങ്ങൾ ഇങ്ങനെയൊക്കെ തൊടിക്കഴിഞ്ഞാൽ 80% ഹിന്ദുക്കൾ ഇന്ത്യയിൽ അവർക്ക് 80% അവർക്കല്ലേ ക്ഷീണം പറ്റുന്നത്, മറ്റോ 20% ഉള്ളൂ. ഇത് മനസ്സിലാക്കേണ്ട സാമാന്യ ബുദ്ധിയില്ലല്ലോ ഈ സംഘപരിവാർ നേതാക്കൾക്ക്. ആ വൈരാഗ്യം വന്നിട്ട് ഇന്നലെ മനുഷ്യൻ നമ്മുടെ മുരളിയോട് പറഞ്ഞ് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ 8ാമതായതൊക്കെ പറഞ്ഞ് അവർ ബുദ്ധിശൂന്യരാണ്, ചിന്താശക്തി ഇല്ലാതെ പോയി. അന്ധമായ മുസ്ലിം വിരോധം വന്നോട്ട് അങ്ങനെയാണ്. ആ സമൂഹം രക്ഷപ്പെടില്ല. ഇപ്പം അടി തുടങ്ങിയിട്ടുണ്ട് കോക്രോച്ചൊക്കെ ആയിട്ട്, കാരണം ജീവിക്കാൻ പറ്റാതെ ഇല്ലേ? അതുപോലെയാണ് ഇപ്പം ഇന്നത്തെ പ്രസ്താവന. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന മുസ്ലിം വിഷയമായിട്ട് തന്നെ കണക്കാക്കണം, ന്യൂനപക്ഷ വിഷയമായിട്ട് കണക്കാക്കി പോരാ എന്ന് പറഞ്ഞ് അദ്ദേഹം പല കാര്യങ്ങളും ആത്മാർത്ഥമുള്ള ആളാണ്, തെറ്റില്ല, പാവണ ആൾ. അതല്ലേ ജാതി സെൻസ് വീട് പറഞ്ഞു അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കാൻ പുള്ളി പറഞ്ഞാണ്. ഇതിൻ്റെ ഭവിഷ്യത്ത് പുള്ളി മനസ്സിലാക്കുന്നില്ല. എൻ്റെ രാഹുൽജി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് ആദരണീയനായ CM ദാമോദർ മേനോൻ സതീഷ് ഡൽഹി ചെന്നു. ഇവിടെ എല്ലാം ഏതാണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാറ്റി വെച്ച് എല്ലാം ശരിയാക്കിയിട്ട് പിന്നെ ഡൽഹിക്ക് പറന്നു. ഡൽഹി പോയതിൻ്റെ പ്രധാന കാരണം KPC പ്രസിഡന്റ് ഷാഫി പറമ്പിൽ വൈക്കൽ താണ്ട അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് മെയിൻ ലക്ഷ്യം. അത് അദ്ദേഹത്തിന് നിലനിൽപ്പിന് ഒരു വലിയ ആവശ്യമുള്ളതുകൊണ്ടാണ്, അത് ഞാൻ പറയാം. പക്ഷേ അപ്പോൾ അദ്ദേഹം അവിടെ ചെയ്തപ്പോൾ ആരെയൊക്കെ കണ്ട് നിങ്ങൾ ബുദ്ധി മുസ്ലിം സമുദായമേ അത് ചിന്തിക്കുന്നത് ഇന്ത്യയിലും മുസ്ലിം സമുദായം ചോദിക്കുന്നത് ഏതെങ്കിലും മുസ്ലിം നേതാവുകളോ ചിന്തകന്മാരോ ഉണ്ടെങ്കിൽ ഇതൊന്ന് കേൾക്കുന്നത്. പറയുന്ന മൊയ്തീൻ ഷാ നോക്കണ്ട, ആരും പറഞ്ഞു നോക്കണ്ട, എന്ത് പറഞ്ഞു നോക്കിയാൽ മതി. മൊയ്തീൻ ഷാ നിങ്ങൾ ഫാക്ട് നോക്ക്. VD സതീശൻ വിട്ട് ആരെ കണ്ട്? രാഹുൽജി കണ്ട്, പ്രിയങ്കജി കണ്ട്, സോണിയാജി കണ്ട്, പിന്നെ 4ാമത്തെ ആള് ഗാർഗെ കണ്ട്. ഇവരുടെ സമുദായം ജനാധിപത്യത്തോട് ജാതി തിരിച്ചാണ് വോട്ട് കൊടുക്കുന്നത്. അതായത് അത് ജാതി ഇല്ലാതെ പറഞ്ഞ ആള് നമ്മുടെ മുൻ രാഷ്ട്രപതി സക്കീർ ഹുസൈൻ. 2 പ്രസിഡന്റുമാരാണ് കുളിമുറിയിൽ കാറ്റ് പിടിച്ച് മരിച്ചത്. ബാക്കി ആരും മരിച്ചില്ല, 2 മുസ്ലിം. അന്ന് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ദിരാഗാന്ധിയുടെ നോമിനിയായിരുന്നു. ഇന്ദിരാഗാന്ധി അതിൻ്റെ ആവശ്യമായപ്പോൾ ഇന്ദിരാഗാന്ധി അവർ തട്ടി. സക്കീർ ഹുസൈൻ അതുപോലെ തട്ടി.
ബാക്കി ആരും ഭരിച്ചിട്ടില്ല. അതൊക്കെ പോട്ടെ. ഈ സക്കീർ ഹുസൈന് രാഷ്ട്രപതി ആകുന്ന മുമ്പായിട്ട് കോൺഗ്രസ്സിൽ മുസ്ലിം ഭൂരിപക്ഷം മേഖലയിൽ നിർത്താൻ ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വേണ്ട, ഞാനൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ റെപ്രസെൻ്റ് ചെയ്യാണ്, എനിക്ക് ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ നിർത്തി ജയിക്കണേ മാത്രമേ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയുകയും ഹിന്ദു ഭൂരിപക്ഷം നിർത്തി ജയിക്കുകയും ചെയ്തു. ഇന്നത് നടക്കുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും പറ്റില്ല. ജാതി മാത്രം ഉപജാതി നോക്കണം. അപ്പോൾ ജാതി പുരുഷാണല്ലോ, ആളെണ്ണാണല്ലോ. ഈ സോണിയാജിയുടെ അല്ലെങ്കിൽ പ്രിയങ്കയുടെ രാഹുൽജിയുടെ ഒക്കെ എത്ര ശതമാനമുണ്ട് ജനസംഖ്യയിൽ? കത്തോലിക്കൻ 2%. 2% ക്രിസ്ത്യൻ, അതിൽ 0.6% കത്തോലിക്കൽ, ബാക്കി പിന്നൊക്കെ ക്രിസ്ത്യനെ. അവർ 3 പേര് ഈ സതീശൻ കാണാൻ പോയില്ലോ, കണ്ടോട്ട് കുഴപ്പമില്ല. 4ാമത് കണ്ട ആളാരെന്നറിയോ? ഗാർഗയുടെ ശതമാനം ദളിതാണ് 20% ഇന്ത്യയിലിട്ട് മൊത്തത്തിൽ. ആ 20% ഉണ്ടെങ്കിൽ 20 പാർട്ടിയിലാണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കുക സാമാന്യ ബുദ്ധി പോലെ. എന്താണ് വലിയ ഫിലോസഫിയൊക്കെ? സാമാന്യ ബുദ്ധി മതി. അത് നിങ്ങൾ ചിന്തിക്കാത്തത്. ഗാർഗി കാണാൻ പോയി, സമ്മതിച്ചു. 5ാമത് ഒരാളെങ്കിലും 20% മുസ്ലിങ്ങളിൽ ഒരാളുണ്ടോ? വന്നോളൂ ലിസ്റ്റിൽ. ഡൽഹിയിൽ പോയിട്ട് ഏതെങ്കിലും മുസ്ലിങ്ങളെ കണ്ട് കാര്യം സാധിക്കാൻ ഈ മുസ്ലിങ്ങൾക്ക് പോലും ചാൻസ് ഉണ്ടോ? ഇതിൽ നേതാവുണ്ടോ? എന്താ കാരണം? അതാണ് ഞാൻ പറഞ്ഞ മുസ്ലിം സമുദായം. നിങ്ങൾ കോൺഗ്രസ് നിന്നോന് കുഴപ്പമില്ല, കമ്മ്യൂണിസ്റ്റ് നിന്നോ, ഇനി BJP നക്ക് നിങ്ങളുടെ അവകാശം ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ എപ്പോഴും സ്വയം രക്ഷപ്പെടുന്ന ഒപ്പം തന്നെ സമുദായത്തോട് രക്ഷപ്പെടണം. എന്നിട്ട് സമൂഹം പാടുള്ളൂ. ആദ്യം ഒരിക്കൽ കൂടി പറയാം, ആദ്യം വ്യക്തിയാണ്, പിന്നെ സമുദായമാണ്, അവൻ്റെ സമുദായം, പിന്നെയാണ് സമൂഹം വരുന്നത്. ഇതെല്ലാം ഒന്നൊന്നും പൂരിതമാണ്. സമൂഹത്തെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല, ഉപേക്ഷിക്കാൻ മണ്ടനാണ്. സമുദായത്തെ ഉപേക്ഷിക്കാൻ പാടില്ല, അതും മണ്ടനാണ്. സ്വന്തമായിട്ട് ഉപേക്ഷിക്കുന്നത് അതൊക്കെ പാട് വിഡ്ഢിയാണല്ലോ. എന്നാൽ നിങ്ങളെന്ത് വിടാത്ത? 20% വരുന്ന ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൽ 99.9% വോട്ട് കഴിഞ്ഞ പ്രാവശ്യമല്ല ഇതിനു മുൻപും കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് ചെയ്തിട്ട് കാലാകാലം ലിസ്റ്റ് എടുത്ത് നോക്ക്. ഈ കോൺഗ്രസ് ഇന്ന് എന്ത് നേട്ടമാണ് മുസ്ലിം സമുദായത്തിൽ വന്നിട്ടുള്ളത്? അതാണ് ഞാൻ രാഹുൽജിയോട് പറയുന്നത്. സ്നേഹമാണ്, ആത്മാർത്ഥമാണെങ്കിൽ 1/5 ജനസംഖ്യയുള്ള മുസ്ലിം സമുദായത്തിന് നിങ്ങൾ സ്ഥാനമാനങ്ങൾ പങ്കിടുമ്പോൾ 1/5 നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. വെറും ജനസംഖ്യ ആരും മതി, അല്ല കൂടുതലൊന്നും കൊടുക്കണ്ട. അപ്പോൾ എല്ലാവർക്കും അതിൽ കിട്ടും. വാഴ നനവ് ചീര നനവ് ഉറപ്പില്ലേ? അങ്ങനെ മുസ്ലിം സമുദായത്തിൽ ജനസംഖ്യ അനുഭവം കിട്ടി, ബാക്കി എല്ലാ സമുദായം കിട്ടൂല്ലയോ ചോദിച്ചു വാങ്ങിച്ചോളും. മനസ്സിലായില്ലേ? ലോകം മുഴുവൻ നന്നാക്കാൻ തനിക്ക് നന്നാവില്ല. ഞാൻ നന്നാക്കാൻ കഴിഞ്ഞ ഏതാണ്ട് 1-2 വർഷം പോലും ലോകം മുഴുവൻ നന്നാക്കാൻ നോക്കി. പക്ഷേ ലോകം നന്നാകുന്നില്ല, ഞാനും നന്നാകുന്നില്ല. അതാണ് ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഒന്നുകൂടി അരികി പിടിച്ചിട്ട് സമുദായത്തെ കൂടി വേണ്ടി ബാധിക്കാൻ പറ്റുന്നത്. അതുപോലെ ഞാൻ ഈ സമുദായത്തിന് മണ്ടത്തരമാണ് ഷാഫി പറമ്പിൽ. ഞാനൊരിക്കലും ഷാഫിയുടെ ആളല്ല. ഷാഫി എന്നെ സംബന്ധിച്ച് 1-2 ഡിഫക്റ്റ് ഉണ്ട്. പക്ഷേ എങ്കിലും കോൺഗ്രസ് അന്നല്ലോ ഷാഫി APC പ്രസിഡന്റ് ആക്കുക. പക്ഷെ സതീഷ് സമ്മതിക്കില്ല. സതീഷിന് മാത്രമല്ല സമ്മതിക്കുക, അത് മുസ്ലിം ലീഗിലെ വിഭാഗം സമ്മതിക്കില്ല. എന്നുവെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ വിഭാഗം ഒരു കാരണവശാലും ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കാനോ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ APC പ്രസിഡന്റാക്കാൻ സാധിക്കില്ല. സാധിക്കുമായിരുന്നെങ്കിൽ അവർ പിന്നോക്കത്തിൽ ന്യൂനപക്ഷം ഉൾപ്പെടെയുള്ള 100% കൂടി ബാധിക്കുന്ന ഒരു സാമുദായിക ജാതി സംഘടന ആയതെങ്കിൽ, ജാതി പാർട്ടി ആയതെങ്കിൽ അവരെന്ത് പറയണം? അവരുടെ ആൾക്കാർക്ക് കിട്ടും. ഒപ്പം തന്നെ മറ്റ് മുസ്ലിം സമുദായത്തിൽ കിട്ടുന്നത് നോക്കണം, ദളിതിന് കിട്ടുന്നത് നോക്കണം, പിന്നോക്കം കിട്ടുന്നത് നോക്കണം, മൊത്തം കിട്ടുന്നത് നോക്കണം. അങ്ങനെ കഴിഞ്ഞ് 80 വർഷമായുള്ള ഇന്ത്യയുടെ മുസ്ലിം ലീഗ് രൂപീകരിച്ചിട്ട് എന്തെങ്കിലും TU ബാബയ്ക്ക് ശേഷം APC പ്രസിഡന്റ് ഒരു മുസ്ലിമിന് വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഹക്ക് സത്യം, അള്ളാഹുവാണ് സത്യം, അള്ളാഹു സാക്ഷ്യപ്പെടുത്താൻ പാടില്ല പറയാണ്, അവരത് എഴുതി നിന്നിട്ടുണ്ട്. അവരുടെയൊക്കെ മനസ്സ് കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. കുഞ്ഞാക്കളുടെ മനസ്സും തങ്ങളുടെ മനസ്സും ഈ സതീശൻ മനസ്സും എല്ലാ മക്കളുടെയും മനസ്സ് വായിക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എനിക്ക് സാധിക്കുന്നുണ്ട്, എൻ്റെ ഗ്രൂപ്പ് സാധിക്കുന്നുണ്ട്. ആത്മാർത്ഥ ചോദിച്ച കുഞ്ഞാക്ക, നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല, ആകാതിരിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ലേ? ചൈഡ് വലിച്ചിട്ടില്ലേ? അള്ളാഹുവിടെ സത്യം. മൊയ്തീൻ ഷാ വ്യക്തിയാണ്, നിസ്സാരക്കാരനാണ്, വേറും ഇതാണ്. പക്ഷെ സത്യം അള്ളാഹു സത്യമാണ്. സതീഷ് അർജന്റായിട്ട് പറഞ്ഞ് ഡൽഹിക്ക് ഒരു ആവശ്യമില്ല. ഇപ്പോൾ പോയത് ഷാഫി പറമ്പലിനെ APCCയുടെ പ്രസിഡന്റ് ആക്കാൻ ഒരു നയക്കം നടക്കുന്നുണ്ട്, അതിന് ഒഴിവാക്കാൻ വേണ്ടി. പുള്ളിയുടെ നിലയിൽ ഒരുപക്ഷെ ആവശ്യമായിരിക്കും. പുള്ളിക്ക് ഇപ്പം 5 വർഷം 5 വട്ടം ഇങ്ങോട്ട് കിട്ടില്ല എന്നറിയുകയും ചെയ്യാം. അതുപോലെ മറ്റൊരു കാര്യം, ഷാഫി എന്തിനാടോ നിനക്ക് അള്ളാഹു ബുദ്ധിയും തിരിച്ചറിയും അറിവും തിരിച്ചു തന്നത്? ആരുടെ വയൽ കുടുങ്ങിയിട്ടാണ് താൻ ഇത്തവണ അസംബ്ലിയിൽ നിന്ന് പാർലമെന്റിലേക്ക് വിട്ടത്? വായി തോന്നുന്നത് പറയാൻ പാടില്ലേ?
ഒരിക്കൽ അന്തോണി നമ്മുടെ ആൻ്റണി TH മുസ്തഫ സാഹിബിന് ഒരു മണ്ഡലം നിയമം തീരുമാനിച്ചു. അപ്പോൾ മുസ്തഫ സാഹിബ് ഞാൻ അപ്പോൾ അടുത്തിരിപ്പിടോ മുസ്തഫ സാഹിബ് പറഞ്ഞു, എന്തിനാ ആൻ്റണി സാറേ എന്നെ ദ്രോഹിക്കണേ, ഞാനൊന്നുമില്ല, വെറുതെ ഇല്ല തൊട്ടെ. അത് പുള്ളി ജയിക്കില്ല അറിയാം. അവസാനം പുള്ളി കുന്താടോട് പുള്ളി ജയിക്കുക ചെയ്തു. അപ്പോൾ ഇത് അങ്ങനെ പാർലമെൻറ്റ് വീട്ടുപേട് ബുദ്ധിയുടെ അംശം ഉണ്ടായി ഷാഫി നിങ്ങൾ പറയട്ടെ, ഉപദ്രവിക്കില്ല കേട്ടോ, ഞാൻ ചെറുപ്പം ഉപദ്രവിക്കില്ല, ഞാൻ അവിടുത്തെ നിന്നോളാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഒന്ന് മുഖ്യമന്ത്രിയല്ലേ, സതീശൻ മുഖ്യമന്ത്രിയാണെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയാണെങ്കിൽ ഞങ്ങളാക്കും. സതീശൻ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ചെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയാക്കാൻ പ്രയാസം. നിങ്ങൾ മണ്ട ചാടിപ്പോയില്ലേ. എന്താണ് ഇന്നത്തെ നിലയിലാണ് 25 വർഷത്തേക്ക് കോൺഗ്രസ് നയിക്കുന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ വരാൻ പോകുന്നില്ല. 25 വർഷത്തേക്ക് ഇന്നത്തെ നിലയിൽ. പക്ഷെ മാറ്റം വരും. അത് നിങ്ങളെ കൊണ്ടല്ല, കോൺഗ്രസ് കഴിവല്ല. അതിൽ ഇതുപോലെ ജനങ്ങൾ ഈ രാഹുലിനെ കൊണ്ടും ഈ തങ്ങളെ കൊണ്ടൊന്നും BJP താഴെ ഇറക്കാൻ സാധ്യമാവില്ല എന്ന് മനസ്സിലാക്കി ഇന്ത്യയിൽ ജനകോടികൾ, പ്രത്യേകിച്ച് ഇളം തലമുറ, യുവതലമുറ, അവർക്കൊരു ഒരു രൂപം കൊടുത്ത്. അതേപോലെ ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്, ആവശ്യമാണ് തന്നെ ഉണ്ടാവും. അങ്ങനെ തന്നെ ഉണ്ടായതാണ്. അതിനൊക്കെ നിയന്ത്രിക്കാനൊന്നും BJP കൂടി സാധിക്കില്ല. തന്നെയല്ല, ഇന്ന് UP BJPക്ക് എതിർ നിൽക്കുന്നത് BJP അനുഭാവികളുള്ള ആൾക്കാരാണ്. അവരെ പശു നിരോധനം വന്നതിൻ്റെ പേരിൽ അവരുടെ പട്ടിണിയാണ്. അല്ലേ 10 വേസ്റ്റ് വർക്കിയങ്ങൾ മുസ്ലിങ്ങൾ ജീവിക്കും പട്ടിണി കൂടാതെ, അവരറിയാം. പക്ഷെ അതൊന്നും ഹിന്ദു സമുദായം ചെയ്യില്ല. അവരാകെ ചെയ്യുന്നത് അവിടെയുള്ള പ്രധാന ഒരു പ്രബല സമുദായം ചെയ്യുന്നത് ഈ കന്നുകാലി വളർത്തി പെരുന്നാളിന് കൊടുക്കും. 10, 2000, 10,000, 20,000 കിട്ടി. അതുകൊണ്ട് ഒതുക്കി പോകുന്ന കൂടുതൽ ആർത്തപട്ടിണിയായിട്ട് അവരെല്ലാം നെന്തിച്ച് കൈവച്ച് നിലവിളിക്കുകയാണ്. അപ്പോൾ അത് തകരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഷാഫിയോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ പോയത്, നിങ്ങൾ ആരെ വിട്ട്? നിങ്ങൾ വന്നാൽ സതീശൻ്റെ ഒപ്പമല്ലാതെ കഴിച്ച് മുകളിൽ പോകും. ഞാൻ ഒരു മുഖച്ഛായത് കണ്ട് ഷാഫി ആൾക്കൂട്ടത്തിൽ വന്ന് കയറും, അതിൽ പെട്ടുപോയി സതീശൻ്റെ മുഖഭാവം ഞാൻ വായിച്ചു. എത്ര എത്ര പരിതാപുരാന്നയോ. കാരണം ഷാഫിയുടെ മുമ്പിൽ നിന്ന് വരും സതീശ അന്നുമില്ല. ഷാഫിയുടെ ആൾക്കൂട്ടം ഒന്നുമില്ല, ജാതിയൊന്നുമില്ല, ആൾക്കൂട്ടം. ആ ഷാഫി അങ്ങനെ ഒതുക്കി. അൻവർ വന്ന്, സതീഷ മുഖത്ത് നോക്കി പറയുക, സതീഷ മൊയ്തീൻ ഷായുടെ മുഖത്ത് നോക്കി കളവ് പറയരുത്, ഞാൻ മനസ്സ് വായിക്കും. സതീഷ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയാണ് ചോദിക്കുന്നത്. അൻവറിനെ നിങ്ങൾ ഒതുക്കല്ലേ ചെയ്ത്, നിങ്ങൾ വളർത്തിയോ? അത് മനോരമ മാതൃകയുണ്ട്. നിങ്ങൾ മുസ്ലിം പേരിട്ടുകൊണ്ട് നിങ്ങൾ സങ്കടം കൊടുക്കുക, ഞങ്ങൾ ന്യൂസ് കൊടുക്കാം. ദേശീയ പേരിട്ടൊന്നും നടക്കൂല. മൊയ്തീൻ ഷാ ഒരിക്കലും മുസ്ലിം പേരിട്ട് പോയിട്ടില്ല. അവിടെ എൻ്റെ ന്യൂസ് കൊടുക്കുന്നില്ല, മുമ്പ് കൊടുത്തില്ല. അത് വളരെ നിർമ്മില്ല. അങ്ങനെയൊക്കെ സംഭവിക്കും. സതീശ മുഖത്തോടെ അൻവറിനെ ഒതുക്കുന്ന കാര്യത്തിൽ സതീശൻ്റെ ആത്മാസ അറിഞ്ഞോ അറിയാതെ വന്നിട്ടില്ലേ കയ്യിൽ? ഷാഫി ഒതുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വന്നിട്ടില്ലേ? ഇതൊക്കെ മുഖത്ത് നോക്കി പറയാൻ ഏതെങ്കിലും ഇന്ത്യയിലെ ഒരു പൗരൻ എന്ത് ജീവിച്ചിരിക്കണം ആർക്കും സാധിക്കുമോ? ഗഡ്സ് ഉണ്ടോ? അതിന് പവറുണ്ടോ? ധൈര്യമുണ്ടോ പറയാൻ? സത്യം പറഞ്ഞാലോ ഭയപ്പെടുന്നത്? നമ്മൾ മുഖ്യമന്ത്രി ചീത്ത പറയില്ലല്ലോ. അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ 1000 വട്ടം സതീഷോട് ഞങ്ങൾ ക്ഷമ ചോദിക്കാം. 1000 വട്ടം ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പോൾ മണ്ടത്തരം ചെയ്യരുത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ റിനി ടോമിനെ കുറിച്ച്, 2 ടോം, റിനി ടോമുണ്ട്, റിനി ടോം ആൾ നല്ല പൊക്കമണ്ണൊക്കെ ഉള്ള ആളാണ്. വളരെ കാഴ്ച ബുദ്ധി കുറവാണ്. അപ്പോൾ അതുപോലെ ഷാഫി ഇത്രയും മിടുക്കായിട്ട് എന്താണ് മനസ്സിലാക്കാൻ പറ്റില്ലേ? അതിൽ KC വേണുപോൽ കേരളത്തിൽ മുഖ്യമന്ത്രിയെ ശ്രമിച്ചെന്താണ്? ഇനി KCയുടെ കാലത്തൊന്നും കേന്ദ്രത്തിൽ കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വരില്ല. KC കാലം ഞാൻ ഉദ്ദേശിക്കുന്നത് 10 വർഷം അധികാരത്തിൽ ആർക്ക് വേണം? ഇപ്പം മൊയ്തീൻ ഷാ പാർക്കിൽ വേണം. 77 വയസ്സാണ് മൊയ്തീൻ ഷാ ആക്കണം. അല്ല, ഞങ്ങളത് പോകുന്നില്ല. അതുപോലെ അതുകൊണ്ടാണ് പുള്ളി അർജുനായിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രി ആ കഥ പൂർത്തിയാക്കി നോക്കിയത്. അയാൾ ചെറിയ ബുദ്ധിമാനാണ്. പക്ഷെ അപ്പോഴേക്കും ജനങ്ങൾ സമ്മതിച്ചില്ല. അത് പറ്റുകയുള്ള ബുദ്ധിമുട്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോക്കെങ്കിൽ ഈ സതീശൻ്റെ ആറ്റിറ്റ്യൂഡ് നോക്കിയാൽ ഇവിടെ പലരും പറഞ്ഞു കൊടുക്കി. അന്ന് ഞങ്ങൾ പറഞ്ഞു ഒരു ജൂനിയർ പിണറായിയാണ്, ഏതാണ്ട് പിണറായിയുടെ രീതിയിലേക്കാണ് പുള്ളി പോകുന്നത്. ദൈവമേ, പടച്ചവനെ, അള്ളാഹുവേ, സൃഷ്ടാവേ, അങ്ങനെയൊന്നും വരാതെ ആ മനുഷ്യൻ നല്ല ബുദ്ധി കൊടുത്ത് ഒത്തിരി വളർന്നു വരട്ടെ. ചില തീരുമാനമെല്ലാം എടുക്കുന്നത് ചില അപാകതകളൊക്കെ ഉള്ളതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ചെയ്യല്ലേ. ഏറ്റവും വലിയ ഉദാഹരണം സ്ത്രീകൾക്ക് സർക്കാർ ബസ്, അത് പറഞ്ഞില്ല, ബസ്സിൽ സർക്കാർ ബസ്സിലാണ്, ലോക്കൽ ബസ്സിലാണ്, അതെന്ന് വെച്ച് പിന്നെ ഫ്രീ. അതിൻ്റെ നീതിശാസ്ത്രം എന്താണ്? ചാണക്യൻ നീതിശാസ്ത്രം വായിക്കണോ സതീശ? നിങ്ങൾ അതിൽ എന്ത് നീതിയുള്ളത്?
നീ വികലങ്ങനാണോ, പാവപ്പെട്ടവനാണോ, മന്ദബുദ്ധിയാണോ, കുരുടനാണോ, അങ്ങനെയൊക്കെയാണെങ്കിൽ കൊടുക്കും. ഇപ്പോഴത്തെ നിലവിട്ട് കൊടുക്കുകയും ചെയ്യാം. അല്ലാതെ സ്ത്രീകൾക്ക് 10,000, 5, 6 ലക്ഷമൊക്കെ ജോലി വാങ്ങിക്കുന്ന ശമ്പളം ആർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ മറ്റു പരിഗണനയൊന്നുമില്ല. അത് തട്ടിപ്പല്ലേ. ഇപ്പം പെൻഷൻ കൊടുക്കുന്നു 5,000 രൂപ 2,000 വെച്ച് ആർക്ക് കൊടുക്കുക? 60 വയസ്സ് കഴിഞ്ഞ് ആർക്ക് കൊടുക്കുക, 70 വയസ്സിന് ആർക്ക് കൊടുക്കുക? അത് കേന്ദ്രത്തിൽ നിയമമുണ്ട്, ഇപ്പോൾ കേരളത്തിൽ നിയമമുണ്ടാക്കി. എന്ത് ന്യായം അത്? അർഹതയുണ്ടെങ്കിൽ കൊടുക്കാം. ഞാൻ അരി റേഷൻ വാങ്ങിച്ചിട്ട് അരിയും പയറും ഒക്കെ ഒരുമിച്ച് പോയിട്ട് പട്ടിക്ക് തീറ്റ കൊടുക്കുന്ന ആൾക്കാർക്ക് റേഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് നീതിയല്ലോ. തർക്കശാസ്ത്രം, അർത്ഥശാസ്ത്രം, നീതിശാസ്ത്രം ഒക്കെ ഉണ്ടല്ലോ പണ്ട് പൂർവ്വം. അത് വായിച്ചു നിങ്ങൾ. അതങ്ങനെ ക്ലോസ് ഇല്ല. എല്ലാവർക്കും ഫ്രീ കൊടുക്കുക. ഫ്രീ കൊടുക്കലും തെറ്റില്ല. അത് ഈ പിന്നെ തെണ്ടിൽ പ്രോത്സാഹിപ്പിക്കില്ല. കമ്മ്യൂണിസ്റ്റ് തെണ്ട് പ്രോത്സാഹിപ്പിക്കില്ല. അവിടെ തെണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഭക്ഷണം കഴിക്കണ്ടേ? അതുകൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ചെല്ലു പറഞ്ഞ് തെണ്ടിൽ നിർത്തിയിട്ട് നിങ്ങൾ ഭക്ഷണം മാറ്റി കൊടുക്കുക. ശരിയാണത്. അതിങ്ങനെ പ്രായോഗികം. നമ്മൾ കൊടുക്കും ഭക്ഷണം കൊണ്ടെടുക്കണം. അപ്പോഴും ഭക്ഷണം മാറ്റി വെച്ചാൽ 10, 20 കൊടുക്കാൻ പറ്റും. അതിനൊക്കെ അല്ലെങ്കിൽ 1, 2 കൊടുത്ത് കൈ ഒഴിഞ്ഞ് ആ കൈ ഒഴിയുന്ന അപകടമാണെന്ന് വേറെ കാര്യം. അപ്പം അതുകൊണ്ട് മുസ്ലിം സമുദായത്തിനോട് പറയുന്ന ഇതാണ്, നിങ്ങൾ ആവശ്യപ്പെടും ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം വേണം. നിങ്ങൾ പറഞ്ഞിട്ട് വേറെ ഒന്നും പറയണ്ട. നിങ്ങൾ BJP താഴെ ഇറക്കാനും വോട്ട് ഒന്നും നോക്കണ്ട, അല്ലെങ്കിൽ സതീഷ് താഴെയൊക്കെ നോക്കണ്ട. നിങ്ങൾ ഭരിക്കുന്ന നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കാൻ നിങ്ങളെ നേതൃത്വത്തിൽ ഉണ്ടാക്കാം. പക്ഷെ നിങ്ങൾക്ക് കഴിവില്ല, വന്നിട്ടില്ല. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് കഴിവ് വന്നിട്ടില്ല. ഒട്ടിക്ക് പട്ടി കേരളത്തേക്ക് കുഞ്ഞാക്ക പേര് മാറ്റി 1ാം കക്ഷിയാവില്ല. അത് ഈ നൂറ്റാണ്ടാവില്ല. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഒറ്റ വഴി ഇതാണ്, ഞങ്ങൾക്ക് ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് റെപ്രസെൻറ്റേഷൻ, അഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ അത് വേണം എന്ന് മാത്രം പറഞ്ഞാൽ അത് വേറെ ഒന്നും ചെയ്യണ്ട. അത് ന്യായമാണ്. അത് ഒരു കോടതി എതിർക്കില്ല. അല്ല നിങ്ങൾ ഉങ്കിലാൻ വിളിച്ചു, അല്ലെങ്കിൽ പണ്ട് 2 RSകാരനെ കൊന്നു, അല്ലെങ്കിൽ 2 കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നു, അതൊന്നും നിയമമല്ല, നീതിയല്ല. അതൊക്കെ അപകടമാണ്. കാരണം എല്ലാവരും ജീവൻ ഒരുപോലെ വിലയുള്ളതല്ലേ. RSS ആണെങ്കിലും ഈ കാണെങ്കിലും മറ്റേ PDP ഒക്കെ ആണെങ്കിലേ. അപ്പോൾ ആൾക്കാർക്ക് ഒന്ന് പാർട്ടി വളർത്താൻ നോക്കുന്നത് നിങ്ങൾ നന്നാക്കാനില്ല. അപ്പം അതുകൊണ്ട് സതീശൻ്റെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ സ്ഥാനമാനങ്ങൾ പങ്കിടുമ്പോൾ മുഖ്യമന്ത്രിയാണോ നിങ്ങൾ? ജനസംഖ്യ 3 ജനസംഖ്യയുണ്ട് കേരളത്തിൽ മുസ്ലിങ്ങൾ. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നുള്ളൂ. അതിൽ കൂടുതലുണ്ട്, അതൊന്നും പറയുന്നില്ല. 3 ഒരു സ്ഥാനമാനം, ഒരു സ്ഥാനം മുസ്ലിങ്ങൾ കൊടുക്കും. അതാണ് നീതി. ഇല്ലെങ്കിൽ ഓരോന്നും ഇതുപോലെ കുത്തിപ്പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ ആർക്കെല്ലാം കൊള്ളുന്നു പറയാൻ പറ്റില്ല, സത്യം പറയാതിരിക്കാനും പറ്റില്ല. ഇതാണ് ഒരു നീതി. ഇനി ഒരു കാര്യം പറഞ്ഞ് നിർത്താം. അത് പിന്നെ ശശി തരൂർ അദ്ദേഹം കോർക്കോച്ച് പാർട്ടിയെക്കുറിച്ച് പറഞ്ഞ ഒരു അഭിപ്രായം, അത് വാസ്തവത്തിൽ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അനുകരിക്കാവുന്നതാണ്. എന്താ പറഞ്ഞോ, വേണ്ടപ്പെട്ട പാർട്ടികൾ അവർ കഴിവ് കാണിക്കാത്തത് കൊണ്ടാണ് ഇതുപോലെ പാർട്ടി ആകുന്നതാണ്. ക്ഷമിക്കണം. അപ്പോൾ കോൺഗ്രസ് അതുപോലെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, ഒരിക്കൽ കൂടി പറഞ്ഞു, ഞാനിപ്പോൾ 1000 പ്രാവശ്യമുണ്ട്, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് പണ്ട് ജയപ്രകാശ് ചെയ്തതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ കോക്രോച്ച് പാർട്ടി വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഈ BJPക്ക് 3-1 മാത്രമേ ഇപ്പോഴും സപ്പോർട്ടുള്ളൂ. കൃത്യമായിട്ട് ചെയ്തിട്ട് പോലും 3-1 സപ്പോർട്ടുള്ളൂ. ബാക്കി 2 പുറത്തെടുപ്പുണ്ട്. അവർ സംഘടിപ്പിച്ച് BJP ഒഴിച്ചുള്ള എല്ലാ പാർട്ടിയും സംഘടിപ്പിച്ച് ഒരു കൊടക്കീഴിൽ നിർത്തി മുന്നോട്ട് പോയിരുന്നെങ്കിൽ, ആത്മാർത്ഥമായിട്ട് പോയിരുന്നെങ്കിൽ ഈ കോക്രോച്ച് പാർട്ടി ഒരു പാർട്ടി വേണ്ട ആവശ്യമുണ്ടായില്ല. അത് രാഹുൽ ഗാന്ധിക്ക് മറ്റേ മമതയ്ക്കൊന്നും കഴിവില്ലാതെ പോയി സ്വാർത്ഥ താല്പര്യം. നമുക്ക് മമത തന്നെ രാജാവ്, രാഹുൽ തന്നെ പ്രധാനമന്ത്രിയാകണം. അങ്ങനെ നെറികേടിൻ്റെ ഭാഷ ഈ പ്രതിപക്ഷ പാർട്ടി ഉപയോഗിച്ചിട്ടാണ്, രാഹുൽ മാത്രം പ്രതിപക്ഷ പാർട്ടി ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ കോക്രോച്ച് പാർട്ടിയുടെ പാർട്ടിക്ക് വേണ്ടി വന്നത്. അതുകൊണ്ട് അതൊരു വരും. അത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അതായത് തിരസ്കരിക്കപ്പെട്ട, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട, അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട, പാർശ്വവൽക്കപ്പെട്ട യുവത്വത്തിൻ്റെ ഒരു പ്രതീകമാണ് കോക്രോച്ച് പാർട്ടി. അത് ഉത്തരോത്തരം വളർന്നു വരുമെന്ന് പറഞ്ഞുകൊണ്ടും ജനസംഖ്യയ്ക്ക് ആനുപാതിക രീതിയിൽ കോൺഗ്രസ്സുകാർ മുസ്ലിങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.